നമുക്ക് എല്ലാവർക്കും ആദർശ് രക്ഷപ്പെട്ട് കാണാനായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് അത് സംഭവിച്ചപ്പോ കൂടുതലൊന്നും ആലോചിക്കാതെ നമ്മൾ സന്തോഷിച്ചു. ഞാൻ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാൽ, ആദർശ് പണ്ട് മുതലേ ക്രിമിനൽ ബുദ്ധിയുള്ള ആളാ. ആരെ കൊല്ലാനും സ്വന്തം കാര്യം നേടാനും ആദർശിന് ഒരു മടിയുമില്ല. സൂരജിന്റെ കാര്യത്തിലും അങ്ങനെ എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്കറിയില്ല. കർണാടകയിലെ എല്ലാവരുമായി ആദർശിന് നല്ല ബന്ധമുണ്ട്. അവിടെ എന്ത് കാര്യമുണ്ടെങ്കിലും അവിടുന്ന് അത് അറിയാനും വേണ്ടത് ചെയ്യാനും ആദർശിന് കഴിയും. സൂരജിനെ കാണാതായ അന്ന് ഹരിയേട്ടനെ ആദർശ് അവിടെ കൊണ്ടുപോയെങ്കിലും കേസിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ആദർശ് തനിച്ചാണ് പോയത്. താനെന്താ പറഞ്ഞു വരുന്നത്? ആദർശും സൂരജും തമ്മില് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ ആദർശിനെ പറ്റി പുറത്തറിയില്ലാത്ത എന്തെങ്കിലും കാര്യം സൂരജ് അറിയിക്കുകയോ ചെയ്തിട്ട് ആദർശ് സൂരജിനെ തടഞ്ഞു വെക്കുകയോ എന്തെങ്കിലും ചെയ്തിരിക്കുകയാണെങ്കിലോ? ഏയ്, അങ്ങനൊന്നും ആവില്ല. അതൊക്കെ താൻ വെറുതെ കാട് കയറി ചിന്തിക്കുന്നതിന്റെ. എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല. ഇതിന്റെയൊക്കെ കാര്യങ്ങൾ ഫോണിൽ സംസാരിക്കുന്ന ഒന്നും മീര കേൾക്കാതിരിക്കാനാവും ഇപ്പൊ ഒരു ചെറിയ വാക്കിന്റെ പേരില് മീര ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഏയ്, അവർക്കിടയിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് മീര എന്നോട് പറഞ്ഞതാ. അത് ഞാൻ തന്നോട് പറഞ്ഞതാണല്ലോ. പക്ഷേ ആ കാരണങ്ങളൊന്നും അത്ര കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഹരിയേട്ടൻ എന്തായാലും ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ച് ആദർശുമായിട്ടൊന്ന് സംസാരിച്ചു നോക്ക്. ചിലപ്പോ എന്തെങ്കിലും കിട്ടിയാലോ? ഞാൻ ആദർശിനെ വിളിച്ചിട്ട് ആദർശിന് പറ്റുന്ന സമയം നോക്കി സംസാരിക്കാം. കഴിഞ്ഞ തവണ നമ്മൾ തമ്മിൽ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ പല സംശയങ്ങളും ബാക്കിയായിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം ഉത്തരം കിട്ടിയത് കഴിഞ്ഞ ദിവസം അബി എന്നെ വിളിച്ചപ്പോൾ മാത്രമാ. പക്ഷേ അബി എന്തിനാണ് എൻ്റെ മുമ്പിൽ നാടകം കളിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതിനൊരു കാരണമുണ്ടെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. മീരെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു എന്ന് എന്റെ മനസ്സിനെ തന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചത് അങ്കിളിനോടും വിഘ്നേഷേട്ടനോടും അതേ കാര്യം റിപ്പീറ്റ് ചെയ്തതുമാ. അങ്ങനെ ആ നുണയെ ഞാൻ സത്യമാക്കി മീരയും ആദർശിനെയും വരെ വിശ്വസിപ്പിച്ചു. ഓ, നിന്നെക്കുറിച്ച് ഞാൻ ഇത്രയൊന്നും കരുതിയില്ല അബി. അങ്കിളിനറിയില്ല ആ മീരയോട് എനിക്ക് എത്രത്തോളം ദേഷ്യമുണ്ടെന്ന്. അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഞാൻ പല വഴികളും നോക്കിയതാ. ആദർശ് ജയിലിലായിരുന്ന സമയത്ത് ഒരു പരിധി വരെ ഞാൻ അതിൽ വിജയിച്ചതുവാ. പക്ഷേ പെട്ടെന്ന് തന്നെ ആദർശ് തിരിച്ചു വന്നതുകൊണ്ട് എന്റെ പ്ലാൻ എല്ലാം അന്ന് തകർന്നു പോയി. ആദർശ് വന്ന വഴിയെ അവളെ ചെന്ന് കണ്ട് തിരികെ വിളിച്ചോണ്ട് വരികയും ചെയ്തു. അന്നു മുതല് ഞാൻ അവളെ തുരത്താൻ വേണ്ടി പല വഴികളും വീണ്ടും തേടി തുടങ്ങി. പക്ഷേ ഒന്നും ഏൽക്കുന്നില്ലായിരുന്നു. ഉടക്കി നിന്നാ ഞാൻ വെറുതെ പരാജയപ്പെട്ടു പോവുകയുള്ളൂന്ന് ഉറപ്പായപ്പോ ഞാനൊന്ന് കളം മാറ്റി. അത് ഫലം കണ്ടു. എന്റെ പുതിയ സൗഹൃദഭാവം എല്ലാവരും വിശ്വസിച്ചു. ഞാൻ ശരിക്കും മീരെ അംഗീകരിച്ചു എന്നും അവളെ സ്നേഹിക്കാൻ തുടങ്ങിയെന്നും എല്ലാവരും കരുതാൻ തുടങ്ങി. അപ്പോഴും അതെന്റെ മനസ്സിന്റെ വലിപ്പം കൊണ്ടല്ല, അവളുടെ ദിവ്യത്വം കാരണമെന്നാ എല്ലാവരും പറഞ്ഞത്. അതെന്റെ വാശി കൂട്ടി. എന്ത് വന്നാലും ഇത്തവണ ഞാൻ മീരെ പുറത്താക്കുമെന്ന് ഉറപ്പിച്ചു. അങ്ങനെയാ ആദർശിനെ ഞാൻ ഉപയോഗിച്ചത്. അവന്റെ ഈഗോ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാവുന്നതല്ലേ. പഠിക്കുന്ന സമയത്തായാലും അവൻ ആരോടെങ്കിലും വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവന്റെ ഈഗോ ഹേർട്ടായ സമയത്താ. ഇത്തവണയും അത് തന്നെ സംഭവിച്ചു. അവനേക്കാൾ പ്രാധാന്യം മീരയ്ക്ക് കിട്ടുന്നു എന്ന് ഉറപ്പായപ്പോ അവന് ടെൻഷൻ തുടങ്ങി. ഇനി മീര വീട്ടിൽ നിന്ന ആദർശിന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പിടിവിട്ടു പോകുന്ന ഉറപ്പായപ്പോ അവൻ അവളെ വീട്ടിൽ കൊണ്ടുവിട്ടു. എന്തായാലും അബിയുടെ ലക്ഷ്യം സാധിച്ചല്ലോ. അത് മതി. ഇല്ലെങ്കിൽ ഇത് പോരാ. ഇപ്പൊ ആദർശ് സത്യത്തിൽ രക്ഷപ്പെടുകയാ ചെയ്തത്. മീരയെ വീട്ടിൽ നിർത്തി അവർക്കിടയിലുള്ള പ്രശ്നം ഊതിപ്പെരിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിന് കുറച്ച് ദിവസം കൂടി കിട്ടിയിരുന്നെങ്കിൽ എല്ലാം മനസ്സിൽ കൊണ്ട് നടന്ന്
അത് നശിപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലെത്തി ഒരു ദിവസം ആദർശിനൊരു പൊട്ടിത്തെറി ഉണ്ടായേനെ. അന്ന് മീര പുറത്തായ പിന്നെ അവൾക്ക് ആ വീട്ടിലേക്ക് തിരിച്ചു കയറാൻ അവസരം കിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോ ആദർശ എടുത്തു ചാടി അവളെ നേരത്തെ വീട്ടിൽ കൊണ്ടാക്കി. അതോടെ അവര് തമ്മിലുണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നത്തിന്റെ കാഠിന്യം കുറഞ്ഞു. അഭി ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഇനിയിപ്പം അഭി തന്നെ മാധവിയോട് സംസാരിച്ചിട്ട് മീരയെ എത്രയും വേഗം തിരിച്ചു കൊണ്ടുവരാൻ നോക്കണം. അത് വേണ്ട. തൽക്കാലം കുറച്ചുനാള് മീര അവിടെ നിൽക്കട്ടെ. ആ സമയം കൊണ്ട് ആദർശിന്റെ മനസ്സിൽ മീരയെക്കുറിച്ച് ഒരു മോശം ചിത്രം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കും. അത് കഴിഞ്ഞ് മീര വരുമ്പോ അവർക്കിടയിലെ പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടാൻ അതുപകരിക്കും. അഭി, നീ ശരിക്കും ചേച്ചിയുടെ മകളായിട്ടല്ല എന്റെ മകളായിട്ടായിരുന്നു ജനിക്കേണ്ടത്. അങ്ങനെ ആയിരുന്നെങ്കിലേ നമ്മളിപ്പോ വേറൊരു ലെവലായേനെ. അങ്കിള് നോക്കിക്കോ, ആദർശിന്റെയും മീരയുടെയും ഡിവോഴ്സ് ഉടനെ നടക്കും. അതാണ് എന്റെ ലക്ഷ്യം. ആദർശിന്റെ ദേഷ്യം ഇരട്ടിക്കാനേ ഒരു സാധ്യതയോടെ തെളിഞ്ഞു വരുന്നുണ്ട്. എന്താ അത്? മീരയെ പറഞ്ഞ് വീട്ടിൽ വിട്ടിട്ട് ആദർശ് ഇവിടുത്തെ പ്രോജക്റ്റ് ഏറ്റെടുത്തത് കൊണ്ട് സൈറ്റിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ കേട്ടു. മീര വന്നാലേ അത് മാറൂ എന്നൊരവസ്ഥ വന്നാല് ആദർശിനതൊരു വലിയ അടിയാവും. അവന്റെ കോംപ്ലക്സ് ആളിക്കത്തും. ആ വഴിക്ക് ഞാനൊന്ന് ശ്രമിക്കാം. ആദർശ് മീരയെ ഉപേക്ഷിക്കണം. അവൾ ഒരു ഗതിയും ഇല്ലാതെ അലയണം. ഇന്ന് മീരയെ പുകഴ്ത്തി പറയുന്നവർ നാളെ എന്നെ കുറിച്ച് സംസാരിക്കണം. അത് ഞാൻ സാധിച്ചെടുക്കും അങ്കിൾ. സാധിക്കണം അബി, നിനക്കതിന് കഴിയും. എന്റെ എല്ലാ സപ്പോർട്ടും നിനക്കുണ്ട്. എന്താ ആന്റി വിളിച്ചത്? നീ മീരെ എന്നാ തിരിച്ചു വിളിച്ചോണ്ട് വരുന്നത്? മീര പോയിട്ട് അധികം ദിവസമൊന്നും ആയില്ലല്ലോ. എന്തിനാ വെറുതെ ധൃതി വയ്ക്കുന്നത്? അവിടെ കുറച്ച് ദിവസം കൂടെ അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് തിരിച്ചു വിളിക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കാം. അത് ശരിയല്ല മോനെ. അധിക നാള് മീരെ അവിടെ നിർത്തുന്നത് നല്ലതല്ല. എത്രയും പെട്ടെന്ന് തന്നെ മീരയെ തിരികെ കൊണ്ടുവരണം. നിങ്ങൾ തമ്മിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ലെന്നും കുറച്ചു ദിവസം മീര മാറി നിന്നാൽ അത് നല്ലതാണെന്നും പറഞ്ഞല്ലേ ആദർശ് മീരെ കൊണ്ടുവിട്ടത്. എന്നിട്ടെന്താ തിരികെ വിളിക്കാൻ ആദർശിനൊരു മടിയുള്ളതുപോലെ സംസാരിക്കുന്നത്? അങ്ങനെ തിരികെ വിളിക്കാൻ മടിയുണ്ടായിട്ടല്ല. എനിക്ക് കമ്പനിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അഡ്മിനിസ്ട്രേഷനിലും ഓഫീസ് സ്റ്റാഫുകളുടെ കാര്യങ്ങളിലൊക്കെ ഒരാഴ്ചപ്പണി നടത്തേണ്ടി വരും. അത്തരം കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ കുറച്ച് ദിവസം ഒറ്റയ്ക്കായിരിക്കുന്നതാണ് നല്ലത്. അതൊക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞിട്ട് മീരയെ തിരിച്ചു വിളിക്കാം. ആദർശ് പറയുന്നതൊന്നും വിശ്വസനീയമായി തോന്നുന്നില്ലല്ലോ. വാക്കുകളിലെല്ലാം കള്ളത്തരം മുഴച്ചു നിൽക്കുക. പറയുന്ന ഒരു വാക്കിന് ആത്മാർത്ഥതയുടെ ഒരു അംശം പോലുമില്ല. എന്തിനു വേണ്ടി ആദർശ് ഇങ്ങനെ നുണ പറയുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്തിനാ നീ ഇങ്ങനെ നുണ പറയുന്നത്? കമ്പനിയിൽ നീ ഒന്നും ചെയ്യുന്നില്ലെന്ന് എനിക്കറിയാം. മീര പോയതിൽ പിന്നെ അവിടെ ആകെ പ്രശ്നങ്ങളാ. കണക്കുകളിൽ നഷ്ടമല്ലാതെ മറ്റൊന്നുമില്ല. അതെല്ലാം ഞാൻ അറിയുന്നുണ്ട്. ആരെ തോപ്പിക്കാനാ നീ വാശി കാണിക്കുന്നത്? എന്തിനാ ഇങ്ങനെ സ്വയം നശിക്കുന്നത്? നിന്റെ പ്രോജക്റ്റുകൾ നടക്കുന്ന ഏത് സൈറ്റിലാ പ്രശ്നങ്ങളില്ലാത്തത്? അമ്മ എന്തായി പറയുന്നത്? സൈറ്റിലെ പ്രശ്നങ്ങൾ ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണെന്നാണോ? ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ പറയേണ്ടി വരും. അമ്മേ, സത്യത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ എല്ലാ സൈറ്റിലും ഓരോ പ്രശ്നങ്ങളാണ്. ഇതൊന്നും സ്വാഭാവികമായിട്ടുണ്ടാവുന്നതല്ല. പിന്നെ എങ്ങനെ സംഭവിക്കുന്നതാണെന്ന് ആദർശ് പറയുന്നത്? ആരോ മനഃപൂർവ്വം ചെയ്യുന്നതാ. എൻ്റെ ബിസിനസ് മനഃപൂർവ്വം തകർക്കാൻ വേണ്ടി ആരോ കരുതി കൂട്ടി ചെയ്യുന്നതാ. അതാരാ അങ്ങനെ ചെയ്യാൻ? പേഴ്സണലി ആയാലും ബിസിനസ്സിലായാലും ശത്രുക്കൾ ഒരുപാട് പേരുണ്ടല്ലോ. അതിലാരെങ്കിലും ആയിരിക്കും. ആരാണെന്ന് ഉറപ്പിച്ച് പറയാൻ എൻ്റെ തെളിവൊന്നുമില്ല. മോനെ, ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് നേരിടാൻ ശക്തിയും പ്രാപ്തിയുമുള്ള ഒരു മനസ്സ് വേണം. മറ്റേതിനേക്കാളും അത്യാവശ്യമായി ഒരാൾക്ക് വേണ്ടത് അതാണ്. എൻ്റെ മനസ്സിന് അതിനൊക്കെയുള്ള ശക്തി ഉണ്ടെന്നാ ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണല്ലോ
ഇതൊക്കെ ഒറ്റയ്ക്ക് നേരിടാമെന്ന് ഞാൻ തീരുമാനിച്ചത്. പക്ഷേ മീര ഉണ്ടായിരുന്നപ്പോ കമ്പനി ലാഭത്തിലാക്കാൻ അവളുടെ രീതികൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇതിപ്പം മീരയെ പറഞ്ഞു വിട്ട് നീ ഒറ്റയ്ക്കെല്ലാം ചെയ്യാന്ന് പറയുന്ന അല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ലല്ലോ. ആദർശേ, നിന്റെ മനസ്സിൽ എന്തൊക്കെയോ കോംപ്ലക്സ് കടന്നുകൂടിയിട്ടുണ്ട്. അത് മാറ്റാൻ നീ തയ്യാറാകാതെ ഇതിനൊന്നും ഒരു പരിഹാരവും ഉണ്ടാവില്ല. മീര ഭഗവാന്റെ അനുഗ്രഹമുള്ള കുട്ടിയാ. ആവശ്യമില്ലാതെ നീ അവളെ വേദനിപ്പിക്കാൻ നോക്കിയാ അത് അവസാനം വിനയാകുന്നത് നിനക്ക് തന്നെയായിരിക്കും. ഞാനതിന് മീരയെ വേദനിപ്പിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല ആൻറ്റി. ഞങ്ങൾക്കിടയിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് അവളെ വീട്ടിൽ കൊണ്ടുവിട്ടത്. ആദർശേ, നീ കൊച്ചുകുട്ടിയൊന്നുമല്ല. നിന്നെ ഒന്നും പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യവും ഇല്ല. എങ്കിലും നീ വിവാഹം കഴിച്ച ഭാര്യ നിന്റെ കൂടെയാണ് ജീവിക്കേണ്ടതെന്നും അവളെ സംരക്ഷിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണെന്നും നീ മറന്നു പോകരുത്. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നത് ആണത്തമല്ല ആദർശേ. അതുകൊണ്ട് വെറുതെ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് സ്വന്തം ജീവിതം നശിപ്പിക്കാതെ മീരെ നീ തിരിച്ചു വിളിച്ചോണ്ട് വന്ന് സന്തോഷമായി ജീവിക്കാൻ ശ്രമിക്ക്. അത് തന്നെയാ മോനെ എനിക്കും പറയാനുള്ളത്. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഹലോ വിദ്യ. ആ മീര, തിരക്കിലാണോ? അല്ല, ഞാനിവിടെ അച്ഛൻ്റെ അടുത്തുണ്ട്. ആണോ? എന്നാ കുഴപ്പമില്ല. കമ്പനിയിലെ തിരക്കിനിടയിൽ വല്ലതും ആണോന്ന് അറിയാനാ ചോദിച്ചേ. അല്ല, ധൈര്യമായിട്ട് സംസാരിച്ചോ. ഞാൻ ടോട്ടലി ഫ്രീയാ. കമ്പനിയിലെ ഭാരങ്ങളിൽ നിന്നെല്ലാം തൽക്കാലം റെസ്റ്റാ. അതെന്താ അങ്ങനെ? അതിപ്പോ കുറച്ചു ദിവസം റെസ്റ്റ് എടുത്ത് ഇവിടെ നിന്നോളാൻ ആദർശേട്ടൻ പറഞ്ഞു. അങ്ങനെ വന്നതാ. അതാ ടോട്ടലി ഫ്രീ ആണ്. എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചോളാൻ പറഞ്ഞത്. അതെന്താ ആദർശേട്ടൻ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഏയ്, പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇത്രയും തിരക്കുള്ള കമ്പനി കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി മീരയുടെ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളാൻ ആദർശേട്ടൻ പറയുന്നത് എന്തിനാ? കോൺട്രാക്ട് വർക്ക് എടുത്ത് ചെയ്യുന്ന അച്ഛന് ഒരു സൂപ്പർവൈസർ ഒരു ദിവസത്തെ ലീവ് എടുത്താൽ ഉണ്ടാകുന്ന ടെൻഷൻ എത്രയാണെന്ന് കണ്ടു വളർന്ന ആളാ ഞാൻ. അപ്പോ കമ്പനി കാര്യങ്ങൾ മുഴുവൻ മാനേജ് ചെയ്യുന്ന മീര മാറി നിന്നാ അവിടെ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അവിടെ വിദ്യക്ക് തെറ്റിപ്പോയി. ഇന്ത്യയിലെ എല്ലാ ബ്രാഞ്ചുകളും ഒരു ഓഫീസിൽ നിന്ന് മാനേജ് ചെയ്യുന്ന ആളാ ആദർശേട്ടൻ. അങ്ങനെ ഒരാള് കമ്പനിയിലുള്ളപ്പോ ഞാൻ മാറി നിന്നാൽ എന്ത് സംഭവിക്കാനാ? അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ എനിക്കെന്തോ ഇതിൽ അത്ര വിശ്വാസം വരുന്നില്ല. മീരയുടെ സ്വഭാവത്തിന് മീരയെ ബാധിക്കുന്ന ഒരു പ്രശ്നങ്ങളും ആരോടും പറയില്ല. എന്നിട്ട് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ മുന്നിൽ നടക്കുകയും ചെയ്യും. വിദ്യ പറയുന്ന പോലെ ഒരു കുഴപ്പം എനിക്കില്ല. ആദർശേട്ടന് കമ്പനിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് യാത്രയൊക്കെ ഉണ്ട്. അതുകൊണ്ടാ എന്നെ ഇവിടെ ആക്കിയതേ. പിന്നെ ബീനാമ ആകെ സങ്കടത്തിലാണല്ലോ. അപ്പോൾ ഞാനിവിടെ ഉണ്ടെങ്കിൽ ബീനാമയ്ക്കൊരു ആശ്വാസമാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസം മീരയ്ക്ക് ഇങ്ങോട്ട് വരാവോ? മീരയ്ക്ക് മുത്തശ്ശിയോടൊപ്പം നിൽക്കുകയും ചെയ്യാം. പിന്നെ മീര ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കതൊരു ആശ്വാസമായിരിക്കും. നോക്കാം വിദ്യ. ഞാനിവിടെ ഉണ്ടെന്ന് കരുതി ആദർശേട്ടൻ എപ്പോൾ എന്നെ അങ്ങോട്ട് വിളിക്കുന്നെന്നോ ഇങ്ങോട്ട് വരുന്നെന്നോ അറിയില്ലല്ലോ. സമയവും സന്ദർഭമൊക്കെ നോക്കിയിട്ട് ഞാൻ വരാം. ശരി, മീരയുടെ ഇഷ്ടം. ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. എന്നാലും എനിക്കെന്തോ മീരയുടെ മനസ്സിൽ എന്നോട് പറയാത്ത സങ്കടമുള്ളതുപോലെ തോന്നുന്നു. ശബ്ദത്തിൽ നിന്നും അത് മറയ്ക്കാൻ മീരയ്ക്ക് പറ്റാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോ എനിക്ക് വെറുതെ തോന്നുന്നതാവും. അങ്ങനെ ആയിരിക്കാനാണ് എന്റെ ആഗ്രഹവും. ഹലോ മീര, എന്താ മിണ്ടാത്തെ? ഏയ്, ഒന്നുമില്ല. വിദ്യ വെറുതെ വിളിച്ചതായിരുന്നോ? അതെ, വെറുതെ മീരയോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി, അതാ വിളിച്ചേ. ആണോ? എന്നാ പറഞ്ഞോ, എന്താ അവിടെ വിശേഷങ്ങളൊക്കെ? ഒന്നുമില്ല മീര, പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ വെറുതെ വിളിച്ചതാ. ഞാനെന്നാ പിന്നെ വിളിക്കാം മീര. ഇനിയിപ്പോ സംസാരിച്ച ഇതേ മാറ്ററിൽ കിടന്ന് വട്ടം ചുറ്റും. ശരി, എന്നാ അങ്ങനെ ആവട്ടെ. മുത്തശ്ശി ഞാൻ അന്വേഷിച്ചെന്ന് പറയണേ. ശരി, പറയാം. ഓക്കെ മീര.
സോറി അങ്കിൾ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഓ, അതൊന്നും സാരമില്ല. ആദർശിന് നല്ല തിരക്കുള്ളതല്ലേ. ഞാൻ വിളിച്ചപ്പോൾ ആദർശ് വരാമെന്ന് പറഞ്ഞോണ്ടാ കാണാമെന്ന് കരുതിയത്. അങ്കിളൊന്ന് കാണാൻ സമയമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ എത്ര തിരക്കാണെങ്കിലും വരില്ല എന്ന് പറയാൻ എനിക്ക് സാധിക്കില്ലല്ലോ. എന്താ അങ്കിൾ കാണണമെന്ന് പറഞ്ഞത്? അത് ആദർശ് ഔട്ട് ഓഫ് സ്റ്റേഷനിൽ എവിടെയോ പോവുകയാണെന്ന് ബീന പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ ആദർശ് ഇവിടെ ഉണ്ടെന്നും പറഞ്ഞു. മീര വീട്ടിൽ വന്ന് നിൽക്കുകയും കൂടി ആയപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തോ പിണക്കോ മറ്റോ ആണോ എന്നൊരു തോന്നൽ. അതാ ആദർശിനോട് നേരിട്ട് ചോദിക്കാമെന്ന് കരുതിയത്. ഞങ്ങൾക്കിടയിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് മീര അങ്കിളിനോട് പറഞ്ഞോ? ഏയ്, മീരയൊന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ തോന്നൽ ആദർശിനോട് ചോദിച്ചെന്നേ ഉള്ളൂ. അങ്കിൾ പേടിക്കണ്ട, ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ മീരയെ വീട്ടിൽ കൊണ്ട് നിർത്തിയത് എനിക്ക് കുറച്ച് തിരക്കുകളുള്ളതുകൊണ്ടാ. പിന്നെ സൂരജിന്റെ പ്രശ്നത്തിൽ മീനാൻറ്റി നല്ല വിഷമത്തിലായിരിക്കുമല്ലോ. ഈ സമയത്ത് മീര അവിടെ ഉണ്ടെങ്കിൽ ആൻറ്റിക്ക് അത് വലിയ ആശ്വാസമായിരിക്കും. ഇനി മീര അവിടെ നിൽക്കുന്ന ഒരു പ്രശ്നമാക്കണ്ട. ഞാൻ ഇന്ന് തന്നെ മീര തിരിച്ചു കൊണ്ടുപോയിക്കോളാം. ഏയ്, അങ്ങനല്ല ആദർശേ. ഞങ്ങളൊക്കെ പഴയ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളല്ലേ. ചില കാര്യങ്ങൾ നിങ്ങളെപ്പോലെ ചിന്തിക്കാനും മനസ്സിലാക്കാനും സാധിച്ചു എന്ന് വരില്ല. ഒരുപക്ഷെ അതിനൊക്കെ ആവും ഈ ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ സംശയം ഞാൻ ആദർശിനോട് തുറന്നു ചോദിച്ചു. ആദർശ് അതിനുള്ള ഉത്തരവും തന്നു. അതോടെ ആ മാറ്റർ അവിടെ തീർന്നു. ആദർശിന്റെ മനസ്സിൽ എന്തുണ്ടെങ്കിലും അത് എന്നോട് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ആദർശനുണ്ട്. അതുകൊണ്ട് എന്തു പറയാനും ഒരു മടിയും വിചാരിക്കരുത്. ഇല്ലെങ്കിൽ ആദർശിനി എന്നാണ് കർണാടക സൈഡിലേക്ക് പോകുന്നത്? ഉടനെ തന്നെ പോകുന്നുണ്ടെങ്കിൽ. അവിടേക്ക് സൂരജിന്റെ മുത്തശ്ശൻ പോയി സൂരജിന് വേണ്ടി ഒരു അന്വേഷണം നടത്തിയിരുന്നു. അത് ആദർശ് അറിഞ്ഞിരുന്നു. ആ, അറിഞ്ഞതാണല്ലോ. ആ സമയത്ത് ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അതല്ല, അതിനുശേഷം ഈ അടുത്ത സമയത്ത് അദ്ദേഹം സൂരജിനെ അന്വേഷിച്ച് വീണ്ടും പോയി. ഏതോ ലോറിയിലാണ് പോയത്. മാർക്കറ്റിൽ ലോഡ് കൊണ്ടുവരുന്ന ലോറി തിരികെ പോയപ്പോൾ അതിൽ കയറിപ്പോയി. ലോക്കൽ ആൾക്കാരുമായിട്ട് കൂടുതൽ അടുക്കാൻ അവരുടെ കൂടെ പോയാൽ സാധിക്കുമെന്ന് കരുതിയാ അങ്ങനെ പോയത്. ഏത് വണ്ടിയിൽ പോയാലും ആ സ്ഥലത്ത് എന്ന് ആരോട് ചോദിച്ചാലും അവർക്കൊന്നും അറിയില്ല എന്നേ പറയും. കാരണം അവർക്കാർക്കും സൂരജിനെ പരിചയമില്ലല്ലോ. അതുകൊണ്ട് ഒരു പ്രയോജനം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ശരിയാണ്. എന്നാലും അന്ന് ബസ്സിലുണ്ടായിരുന്ന ആരൊക്കെയോ കണ്ട് സംസാരിക്കാൻ സൂരജിന് മുത്തശ്ശന് സാധിച്ചു. ആണോ? എന്നിട്ട് അവരെന്തെങ്കിലും പറഞ്ഞോ? സൂരജ് ആ ബസ്സിൽ കയറിയിട്ടില്ല എന്നൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സൂപ്പർവൈസർ സൂരജിനെ ബസ്സിൽ കയറ്റി വിട്ടെന്നാണല്ലോ പറഞ്ഞത്. അതെ, പക്ഷെ ബസ് പോകുന്നവരെ സൂപ്പർവൈസർ സൂരജിന്റെ കൂടെ നിന്നിരുന്നോ? അതെനിക്കറിയില്ല. ഒരുപക്ഷെ സൂരജ് ആദ്യം ബസ്സിൽ കയറി കാണും. എന്നിട്ട് ബസ് പുറപ്പെടുന്നതിന് മുമ്പ് അതിൽ നിന്ന് ഇറങ്ങിയതാണെങ്കിലോ? അങ്ങനെയും സംഭവിക്കാം. അങ്ങനെ സംഭവിക്കാനേ വഴിയുള്ളൂ. പക്ഷെ സൂരജ് എന്തിനിറങ്ങണം? അവന് നാട്ടിലേക്ക് വരാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ കാരണം അങ്കിളിന് അറിയാലോ. അറിയാം. അങ്ങനെ ഒരു അവസ്ഥയിൽ ബസ് മിസ്സാകുന്ന രീതിയിൽ സൂരജ് അതിൽ നിന്ന് ഇറങ്ങി മാറുമോ? ആ ബസ്സിന് ശേഷം നാട്ടിലേക്ക് ഉടനെ വേറെ ബസ് ഉണ്ടാവില്ലായിരുന്നെന്നാണ് പറഞ്ഞത്. എന്തായാലും ആ ബസ്സിൽ സൂരജ് ഇല്ലായിരുന്നു എന്നത് നമുക്ക് ഏതാണ്ട് ഉറപ്പായി. ഇനി സൂരജ് എവിടെ പോയി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അവന് നമ്മളെ ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. ഞാൻ പറ്റാവുന്ന രീതിയിലെല്ലാം ശ്രമിക്കാം അങ്കിള്. എന്തായാലും സൂരജിന് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് ഉടനെ കണ്ടെത്തിയേ പറ്റൂ. അതെ, അതിന് ആദർശ് തന്നെ മുൻകൈ എടുക്കണം. കർണാടകയിൽ ആരെയെങ്കിലും പരിചയം സ്വാധീനമുള്ളത് ആദർശിന് മാത്രമാണ്. ഞാൻ മാക്സിമം ചെയ്യാം അങ്കിള്. സൂരജിനെ തിരികെ കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, എന്നാ ആദർശിന്റെ സമയം ഞാൻ ഇനി കളയുന്നില്ല. ആദർശ് പോയിക്കോ. തിരക്ക് കഴിയുമ്പോൾ വീട്ടിലേക്ക് വാ. ശരി അങ്കിള്. ഞാൻ കർണാടകയിൽ ചെന്നിട്ട് അങ്കിളിനെ വിളിക്കാം.
ആദർശ് എന്തു പറഞ്ഞു ഹരിയേട്ടാ? മീരയ്ക്കും ആദർശിനും ഇടയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് ആദർശ് പറയുന്നു. ഒരു പ്രശ്നം ഇല്ലാഞ്ഞിട്ടാണോ മീരെ ആദർശ് ഇവിടെ കൊണ്ട് വിട്ടിട്ട് പോയത്? ഹരിയേട്ടൻ അത് ചോദിക്കായിരുന്നില്ലേ? അത് ഞാൻ എങ്ങനെ ചോദിക്കും? അങ്ങനെ കുത്തി കുത്തി ചോദിച്ചാ മീര ഇവിടെ വന്നിട്ട് ആദർശിനെ കുറിച്ച് പരാതി പറഞ്ഞിട്ട് നമ്മൾ ചോദിക്കുന്നത് പോലെ ആവില്ലേ? അങ്ങനെ ആയാൽ തന്നെ എന്താ ഹരിയേട്ട പ്രശ്നം? മീര നമ്മുടെ മോളല്ലേ, അവളുടെ കാര്യത്തിൽ ഇടപെടേണ്ടത് നമ്മുടെ കടമയല്ലേ? ബീന പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ അത് മീരയ്ക്കും ആദർശനും ഇടയിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയേ ഉള്ളൂ. അതല്ലല്ലോ നമുക്ക് വേണ്ടത്. എങ്ങനെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കാനല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതെ എന്ന് കരുതി അവൻ പറയുന്ന എല്ലാ കള്ളങ്ങളും വെള്ളം തൊടാതെ വിഴുങ്ങണോ? ആദർശിനു വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുള്ള ആളാ മീര. അവൾ അത്രയ്ക്ക് കഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ആദർശ് ഇപ്പോഴും ജയിലിൽ കിടന്നേനെ.